നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ഫെബ്രുവരി മാസം 27-ാം തീയതി വെള്ളിയാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് വാഹനമുള്ള ആളുകൾ എല്ലാവരും വാഹന ഉടമകൾ എല്ലാവരും തന്നെ പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഏപ്രിൽ മാസം മുതൽ 20% എത്തനോൾ അടങ്ങിയ പെട്രോൾ മാത്രമേ രാജ്യത്ത് വിൽക്കാൻ പാടുള്ളൂ. ഒപ്പം എൻജിന്റെ കേടുപാട് കുറയ്ക്കാൻ മിനിമം റിസർച്ച് ഒക്ടെയ്ൻ നമ്പർ അതായത് RON 95 മാനദണ്ഡം പാലിച്ചതുമായ പെട്രോൾ മാത്രമേ പാടുള്ളൂവെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എണ്ണ കമ്പനികൾ 20% വരെ എത്തനോൾ അടങ്ങിയ പെട്രോൾ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. കരിമ്പ്, ചോളം അല്ലെങ്കിൽ ധാന്യം എന്നിവയിൽ നിന്നാണ് എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിന് ശുദ്ധമായ പെട്രോളിനേക്കാൾ വായു മലിനീകരണം കുറവാണ്. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാനും കഴിയും. ജ്വലനശേഷി കൂടുതലാണ്. എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നതിനും മലിനീകരണം കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് എത്തനോൾ കലർത്തുന്നത് സർക്കാർ നിർബന്ധമാക്കിയത്. കരിമ്പ്, ചോളം എന്നിവയുടെ ആവശ്യകത വർദ്ധിക്കുന്നതിനാൽ കർഷകർക്ക് ഗുണം ചെയ്യുമെന്നും വിലയിരുത്തപ്പെടുന്നു. പഴയ വാഹനങ്ങൾക്ക് മൈലേജിൽ നേരിയ കുറവുണ്ടാകും. 3 മുതൽ 7% വരെ മൈലേജ് കുറയുമെന്നാണ് നിഗമനം. വാഹനങ്ങളുടെ എഞ്ചിനുള്ളിൽ ഇന്ധനം അനിയന്ത്രിതമായി കത്തുന്ന അവസ്ഥയെ പ്രതിരോധിക്കുവാനുള്ള ശേഷിയെയാണ് ഒക്ടെയ്ൻ നമ്പർ സൂചിപ്പിക്കുന്നത്. ഉയർന്ന ഒക്ടെയ്ൻ നമ്പറുള്ള ഇന്ധനം എഞ്ചിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുകയും തേയ്മാനം കുറയ്ക്കുകയും കേടുപാടുകൾ തടയുകയും ചെയ്യുന്നു. അതിനാൽ മിനിമം റിസർച്ച് ഒക്ടെയ്ൻ നമ്പർ 95% പാലിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ്, വാഹനത്തിന് പിഴയുണ്ടെന്ന വ്യാജ സന്ദേശം അയച്ച് തിരുവനന്തപുരം കിളിമാനൂർ വസ്ത്ര വ്യാപാരിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 15 ലക്ഷത്തിലധികം രൂപ കവർന്നു. കിളിമാനൂർ സ്വദേശി മുഹമ്മദ് അനസിനാണ് സൈബർ തട്ടിപ്പിലൂടെ 15 ലക്ഷത്തിലധികം രൂപ നഷ്ടമായത്. മോട്ടോർ വാഹന വകുപ്പിന്റേതെന്ന വ്യാജേന വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതാണ് വിനയായത്. ഫെബ്രുവരി ആദ്യവാരം അനസിന്റെ ഫോണിലേക്ക് മോട്ടോർ വാഹന വകുപ്പിന്റേതെന്ന പേരിൽ ഒരു സന്ദേശമെത്തി. വാഹനത്തിന് 3 പെറ്റിയുണ്ടെന്നും ഉടൻ അടച്ചാൽ പിഴ ഒഴിവാകുമെന്നുമായിരുന്നു സന്ദേശം. ഇതിനൊപ്പമുള്ള ലിങ്കിൽ അനസ് ക്ലിക്ക് ചെയ്യുകയും വാഹന വിവരങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ബിസിനസ് ആവശ്യത്തിനായി പോയ സമയത്ത് 2 മൊബൈൽ നമ്പറുകളുടെയും സിഗ്നൽ നഷ്ടമായി. നാട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് സിം കാർഡുകൾ മറ്റാരോ പോർട്ട് ചെയ്തതായി അറിഞ്ഞത്. ഉടമയുടെ ബയോമെട്രിക് വിവരങ്ങളില്ലാതെ മൊബൈൽ നമ്പർ എങ്ങനെ പോർട്ട് ചെയ്യാൻ സാധിച്ചു എന്നതിൽ ദുരൂഹതയുണ്ട്. അനസ് ഉപയോഗിച്ചിരുന്ന 2 സിമ്മുകളിൽ ഒരെണ്ണം പോർട്ട് ചെയ്യുന്നത് തടയാനായതിനാൽ കൂടുതൽ തുക നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടു. സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങൾ തീർച്ചയായും അനാവശ്യമായിട്ടുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധ പുലർത്തണം. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ കുറഞ്ഞത് 3.33 ലക്ഷം കുട്ടികൾ, 12 എയ്ഡഡ് സ്കൂളുകളാണ് ഇക്കാലയളവിൽ അടച്ചുപൂട്ടിയത്. അനാദായകരമായ സ്കൂളുകളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സർക്കാർ പ്രസിദ്ധീകരിച്ച പുതിയ കേരള എക്കണോമിക് റിവ്യൂവിലെ കണക്കുകൾ അനുസരിച്ചാണ് ഈ ഒരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഔട്ട്.